പ്രകാശൻ മാസ്റ്റർജിയോടാണ് ചോദിക്കാനുള്ളത്. പ്രകാശൻ മാസ്റ്റർജി ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിക്കും സ്വപ്നം കാണാം. യെസ്, അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഡ്രീം വിത്ത് ഓപ്പൺ ഐസ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണ് തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡ്രീം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ 2 സീറ്റുണ്ട് ഇപ്പോൾ ഇത്ര 400 പാർ വരെ എത്തിയത്. രണ്ടാമത് നിങ്ങളോട് ചോദിക്കാനില്ലേ, 1962 ചൈന വാറിലെ സമയത്ത് നിങ്ങളെ VS ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് സോൾജേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് അവരെ പാർട്ടീന് പുറത്താക്കുക ചെയ്തത്. അതല്ലാണ്ട് ഈ ഇൻഡോ ചൈന വാറിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് റേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. എന്നാൽ ഇതാണ് നിങ്ങളുടെ ദേശപ്രേമം. നിങ്ങളെ ഈ ഒരു എൻ്റെ വോട്ടിങ്ങിൻ്റെ എല്ലാ ഇതിൽ ബാനറിൽ കാണുന്നത് പറയുന്നത് വഴി കാട്ടി. നിങ്ങൾ എന്ത് വഴി കാട്ടിയാണ് ചെയ്യുന്നത്? ഈ നമ്മളിപ്പം ഇവിടുന്ന് ചന്ദ്രൻ്റെ അടുത്ത് വരെ പോയി. ഇവിടെ ഒരു സക്സസ്ഫുൾ ബോംബ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണ് നിങ്ങൾ ഒരു ഇങ്ങനത്തെ വൈകാട്ടി എന്ന് പറയുന്നത്. ഈ മനുഷ്യന്മാർക്ക്, ഈ യുവജനങ്ങൾക്ക് നിങ്ങൾ ബോംബ് ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത്. 2 കൈയും പൊട്ടിച്ചിട്ട് എത്ര ആൾക്കാരുണ്ട് നിങ്ങളെ CPM ബോംബ് പൊട്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പോകില്ല അവരെ വീട്ടിൽ. മരിച്ചു കഴിഞ്ഞ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അവരെ രക്തസാക്ഷിയായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുക ചെയ്യുക. ഇതിനെല്ലാം മറുപടി വന്നോ? എന്തുകൊണ്ട് VSനെ നിങ്ങൾ ആ സമയത്ത് പുറത്താക്കിയത്? ചോദ്യങ്ങൾ കൂടുതലാണ് മാഷേ. അവര് തീരുമാനിച്ചു വന്നതുകൊണ്ട് ബോംബ് രാഷ്ട്രീയത്തിൽ മറുപടി പറയേണ്ട സമയം അതെ തരാം. ഇതില് കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശപ്രേമം ചോദ്യം ചെയ്യാനൊന്നും BJP വളർന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരൊറ്റ BJP-കാരൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ എവിടെ അന്ന് BJP ഇല്ല, അന്ന് RSS ഉണ്ട്. ജനസംഘമില്ല, അതൊക്കെ നമുക്കറിയാവുന്നത്. BJPയും RSS ഇല്ല, ജനസംഘമുണ്ട്. അല്ല, നമ്മുടെ RSS ഉണ്ട്, ജനസംഘമില്ല. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും ഒരു RSS ജനസംഘം BJP ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്ത് പങ്കെടുത്തുകൊണ്ട് മരിച്ച ഒരൊറ്റ മനുഷ്യൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായിട്ടും അവരുടെ കൂടെയാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദേശസ്നേഹമൊന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പേടിപ്പിക്കണ്ട. കമ്മ്യൂണിസ്റ്റുകാർ 100 കണക്കിന് ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അവർ ദേശപ്രേമത്തെ കുറിച്ച് നിങ്ങൾ പറയണ്ട. പിന്നെ അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് എന്തായിരുന്നു? ആ സംഭാവന എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പങ്കുകൊണ്ടാണ് 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷക്കാർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മേൽക്കൈ, അതുപോലെ ലോകത്താകെ നടക്കുന്ന സംഭവവികാസങ്ങളുടെ ഒരു നില, ഇത് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് BJP പിന്നെ അവിടെ ബ്രിട്ടീഷുകാർ ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനുശേഷം ലോകത്ത് 10-24 രാജ്യങ്ങൾ വിമോചിക്കപ്പെട്ടു. എങ്ങനെയാ? സോവിയറ്റ് യൂണിയൻ്റെ പിൻബലാണ്. സോവിയറ്റ് യൂണിയൻ 2ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച് അവർ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാകെ തന്നെ മോചിപ്പിച്ച് ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സംഭാവന നൽകിയ ലോകശക്തി, ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൽ യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഞങ്ങൾ വിചാരിക്കുന്ന മുസ്ലിങ്ങളാകെ തീവ്രവാദികളാണ് എന്നല്ല. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ? ഇവർക്ക് സ്ഥാപിക്കാൻ ഏതാ വേണ്ടത്? മുസ്ലിങ്ങളാകെ തീവ്രവാദികളാണ്. ചൈന എന്ന് പറയുന്നത് എന്തോ അന്യായമായ രാജ്യമാണ്. അവര് ബഹളുണ്ടാക്കി വന്നാണ്. ഞാൻ പറയൂ, അവര് ചോദിച്ചു, ഞാൻ കേട്ടല്ലോ. അവര് ചോദിക്കുന്ന സമയത്ത് ഞാൻ മിണ്ടിയിട്ടില്ല. പിന്നെ അവര് ബഹളം ഉണ്ടാക്കിയാൽ കൂടി വന്നവരാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ചൈനയെ സംബന്ധിച്ച് എന്താ? ചൈനയെ സംബന്ധിച്ച് നമ്മുടെ നിലപാട്, ചൈനയെ സംബന്ധിച്ച നിലപാട് ഞങ്ങളുടെ പാർട്ടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, ചൈനയും ഇന്ത്യയും തമ്മിൽ തർക്കമുണ്ട്. ചൈനക്കാർ അവരുടേതെന്ന് പറയുന്നു, ഇന്ത്യ നമ്മുടേതെന്ന് പറയുന്നു. ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിന് മേലെയാണ് എന്ന് നമ്മൾ ചൈന ചാരന്മാരാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ അറസ്റ്റ് ചെയ്ത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്തല്ലേ ഈ വിഷയത്തിന് മേലെ ചർച്ച ചെയ്ത്? മൻമോഹൻ സിംഗ് രേഖയിൽ തീർപ്പുണ്ടാകുന്നത് എങ്ങനെയാ? വാജ്പേയിയും ചൈനീസ് പാർട്ടിയും ചൈനീസ് ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടാണ്. ഞങ്ങൾ 62 പറഞ്ഞ കാര്യം അത് തന്നെയാണ് ചൈനയുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായ നിലക്ക് ചൈനയിൽ നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ സ്വീകരിക്കുന്നില്ലേ കമ്മ്യൂണിസ്റ്റ്? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര ആദായ നികുതി വകുപ്പിനെ കൃത്യമായ നിലക്ക് ഞങ്ങളുടെ വരവ് ചെലവ്, നിങ്ങളല്ലേ ഇപ്പോ അറിയുന്നത്, അക്കൗണ്ട് ഞാനിവിടെ നിൽക്കട്ടെ, കേട്ട് ഇയാൾ പറഞ്ഞ എങ്ങനെ ശരിയാവുക? കണ്ട് നിങ്ങളവിടെ കേട്ട് ഞാൻ പറയാം, ഞങ്ങൾ അക്കൗണ്ട് കൊടുക്കുന്നവരാണേ. ചൈനയുടെ ഒറ്റ പൈസ ഞങ്ങൾ വാങ്ങുകയില്ല. അതിന് തർക്കം ഉണ്ടാവണം. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഗണപതി ഹോമത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ മുത്തപ്പന്റെ പേരിൽ, മുത്തപ്പൻ എന്താ BJP ഇടതാ? ഗണപതി BJP ഇടതാ? അത് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ?
കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അങ്ങനെയാണ് നടപടി സ്വീകരിക്കാൻ പാടില്ല. കഴിഞ്ഞ 40 ശബ്ദിക്കേണ്ടത് ആ. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് മാഷെ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ശബ്ദാക്കേണ്ട ഞാൻ പറഞ്ഞു കേൾക്ക്. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാനിതാ പറയുന്നേ. പറയട്ടെ. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് CPM ജില്ലാ നേതൃത്വത്തിലുള്ള ആളാണ് ഞാൻ. ഒരൊറ്റ ആളെ ഗണപതി ഹോമത്തിന്റെയോ അല്ലെങ്കിൽ മുത്തപ്പൻ സേവയുടെയോ പേരിൽ ഞങ്ങൾ പുറത്താക്കിയിട്ടേ ഇല്ല. ഒരു നടപടി എടുത്തില്ല. കളവ് പറയാണെന്ന് ബിജു കള്ളം ഞങ്ങൾ തീർച്ചയായിട്ടും ഒരാളെ പേര് പറയട്ടെ. 40 കൊല്ലമാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. 40 കൊല്ലമായിട്ട് CPM ജില്ലാ സെക്രട്ടറി ഞാനുണ്ട്. പിന്നെ ഇയാളാണോ അതിനെ പറ്റി പറയാ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എന്തോ ദൈവവിരോധികളാണ്, മതവിരോധികളാണ്, ചൈനീസ് താരന്മാരാണ്. ഇത് സ്ഥാപിക്കാൻ ഇല്ലാത്ത കളവ് പറയാണെന്ന്. പിന്നെ ദേശാവനിലെ വാർത്തയല്ല, ദേശാവൻ നിങ്ങളല്ലേ വായിക്കുന്നത്. പിന്നെ ആ വാർത്ത കയ്യിലുണ്ടോ ആരുടെയെങ്കിലും? വാർത്ത എടുക്കും. പിന്നെ ഒരു കാര്യം തിരുത്തേണ്ടത്, പോയിന്റ് ഓഫ് കോൾ പദവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ MP ഒരു കാര്യവും ചെയ്തിട്ടില്ല. 3 തവണ LDF ഒരു നിവേദനം കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഡൽഹിയിൽ പോയി കേന്ദ്ര വ്യോമയാന മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. അപ്പോഴൊന്നും അദ്ദേഹമില്ല. അവരൊരു ടീം ഇവിടെ വന്നു, അപ്പോഴും അദ്ദേഹമില്ല. അവർ റിപ്പോർട്ട് കൊടുത്തു, അപ്പോഴും അദ്ദേഹമില്ല. പിന്നെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നതിൽ പറയുന്നൊന്നുമില്ല. ഒരു തവണ പോലും പോയിന്റ് ഓഫ് കോൾ പദവിയുമായി ബന്ധപ്പെട്ട വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാൻ ഇന്നത്തെ MP ഉണ്ടായിട്ടില്ല. ഒരു തവണ പോലും ആ വിഷയം സംസാരിച്ചിട്ടില്ല. 12 കമ്പനികൾ കേന്ദ്രത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വിമാനം അനുവദിക്കണം, ഇവരെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ലല്ലോ. കാരണം അവർ വിചാരിക്കുന്നത് കേരളം വേറെയാണ്, അത് ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സ്റ്റേറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ലെന്നാണ്. ഇവരുടെ നിലപാട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിൽ കൂട്ടുനിൽക്കുകയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും അവരുടെ MP എല്ലാം. അതാണ് വസ്തുത. ഒരു ചോദ്യം കൂടി ചോദിച്ചു. പാനൂരിലെ ബോംബ് നിർമ്മാണം എന്തിനാണ് ബോംബ് നിർമ്മാണത്തിൽ പങ്കാളികൾ? അത് ചോദിക്കേണ്ടത് RSS തന്നെയാണ്. ഞാൻ ചോദിക്കാം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള 75 കൊല്ലങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഏറെ ആളുകളെ കൊന്നു തള്ളിയ കത്തി ആരുടേതാണ്? ഒരു സംശയവും വേണ്ട, RSSന്റേതാണ്. പക്ഷേ മഹാഭൂരിപക്ഷം മുസ്ലിം ആണെന്ന് മാത്രം. എനിക്ക് കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ 176 പേര് മരിച്ചു. 176 ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്കാർ കൊല്ലപ്പെട്ട നാടായി നാട്. ഇവിടുത്തെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? മൊയാർത്ത് ശങ്കരൻ ആരാ? കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മനുഷ്യൻ, തല്ലിക്കൊന്ന കോൺഗ്രസ്സുകാരാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു MLA കൊന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞങ്ങളുടെ MLA കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞാലി കൊന്ന കോൺഗ്രസ്സുകാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ എപ്പോഴെങ്കിലും കേരളത്തിൽ മരിച്ചിട്ടുണ്ടോ? ഏക പാർട്ടിക്ക്? ഞങ്ങളുടെ പാർട്ടിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കൺവീനറാണ് കൊല്ലപ്പെടുന്ന സമയത്ത് അഴീക്കോട് രാഘവൻ. ഞങ്ങളെ പറ്റി പറയാണോ? ഞങ്ങള് ആളുകളെ കൊല്ലുന്നതിനൊന്നും അനുകൂലമായി നിൽക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. ഞങ്ങൾക്കറിയാം, അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നവലോകത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നവരുടെ പേരാ കമ്മ്യൂണിസ്റ്റുകാര്, കേട്ടോ. ഞങ്ങൾക്കറിയാം ഒരു മനുഷ്യന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അത് എടുക്കാനേ കഴിയൂ, കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അല്ല മാഷെ, അങ്ങനെയാണെങ്കിൽ പാനൂര് ബോംബ് നിർമ്മാണം മരിച്ചതാരാ? കൊല്ലപ്പെട്ടതാരാ? ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവന വന്നല്ലോ, അവിടെ 2 സെറ്റുകൾ തമ്മിലുള്ള കുടിപ്പക നിലനിൽക്കാൻ. ഇപ്പൊ ഞാൻ ഇതിനെ തൊട്ടടുത്ത വീട്ടിലല്ലേ, തൊട്ടടുത്ത വീട്ടിൽ 2 ആഴ്ച മുമ്പ് 758 കിലോഗ്രാം വെടിമരുന്ന് പുരുഷു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പിടിച്ചു. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പോ ഈ മരിച്ച ആളുടെ അതിന് തൊട്ടടുത്ത്, അവിടെ തൊട്ടടുത്ത 5ാമത്തെ വീട്ടില് 758 കിലോ വെടിമരുന്ന് പിടിച്ചു. ആരാ പിടിക്കുന്ന? പുരുഷു. ആരാ പുരുഷു? ഇവർക്കറിയോ? അവിടുത്തെ RSS നേതാവാണ് പുരുഷു. ഇത് തൊട്ടടുത്ത് താഴെ പിന്നെ ചമ്പാടിനടുത്ത് 4 പേര് കൊല്ലപ്പെട്ടല്ലോ. RSSകാര് 4 പേര് കൊല്ലപ്പെട്ടല്ലോ. എങ്ങനെ കൊല്ലപ്പെട്ടത്? ബോംബ് കെട്ടുമ്പോഴല്ലേ? ബോംബ് കെട്ടുമ്പോ 2 RSSകാർ ഒരു സ്ഥലത്ത്, 2 RSSകാർ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ല, അയാൾ നിർമ്മിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു സമയത്ത് ബോംബ് നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും അന്യായമാണ്. അതിൽ ആരെല്ലാം കുറ്റവാളികളായാലും അവരെ കൃത്യമായിട്ട് അന്വേഷിച്ച് നിയമത്തിൽ കൊണ്ടുവരണം.